ഹലോ ഓൾ, Dr.Niyas ആണ് ഡോക്ടർ. ഞാൻ കൊണ്ടോട്ടി കൊട്ടൂക്കര PPMHS സ്കൂളിലാണ് ഹയർ സെക്കൻഡറി ആൻഡ് ഹൈസ്കൂൾ പഠിച്ചിരുന്നത്. അന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചിരുന്നതിൽ ആഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു കാര്യമായിരുന്നു നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹമാണ് ഇതേപോലുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ കരിയർ എക്സ്പോ പോലുള്ള കാര്യങ്ങൾ നടത്തിയാൽ എങ്ങനെയിരിക്കും എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് കൂടുതലായിട്ട് നാട്ടിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് MBBS, എൻജിനീയറിംഗ്, മെഡിക്കൽ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ APMT, IIT പോലുള്ള എക്സാമുകൾ മാത്രമാണ് നമ്മൾ പത്രത്തിലൂടെയും ആളുകൾ പറഞ്ഞിട്ടും കൂടുതലായിട്ട് കേൾക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം ഞങ്ങൾക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MD, MBBS കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതല്ലാത്ത ഒരുപാട് നല്ല നല്ല കോഴ്സുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അധികം ആളുകൾ സംസാരിക്കുന്നില്ല, അധികം കുട്ടികളും ബോധേടല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ കുട്ടികൾക്ക് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ മുതൽ തന്നെ അല്ലെങ്കിൽ +1, +2 പഠിക്കുമ്പോൾ മുതൽ തന്നെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മുൻനിർത്തിക്കൊണ്ടാണ് ഡോപ്പ എഡ്യൂക്കേഷണൽ കരിയർ എക്സ്പോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഡോപ്പ DSO, ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡിന്റെ പാർട്ടായിട്ടാണ് ഒരു എഡ്യൂക്കേഷണൽ കരിയർ എക്സ്പോ. അപ്പോൾ സാധാരണ എക്സ്പോനേക്കാൾ എന്തൊക്കെ കാര്യത്തിൽ അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഗവൺമെന്റ് ബോഡീസിന് നമുക്കറിയാം IIT, IIM, ISER പോലുള്ള, അല്ലെങ്കിൽ ജിമ്മർ, എയിംസ് പോലുള്ള മെഡിക്കൽ ഫീൽഡ്, അങ്ങനെ എല്ലാ ഫീൽഡിനെ കുറിച്ചും കുട്ടികളെ എക്സ്പോസ് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ ആ സ്റ്റോൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഈ കരിയർ എക്സ്പോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതിന് ഞങ്ങൾ അവസരം കൊടുക്കുന്നത് ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡിലൂടെയാണ്. നിങ്ങൾക്ക് ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടെ അതിന് phase 1 എക്സാം എഴുതാൻ പറ്റും. phase 2 എത്തുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു കരിയർ എക്സ്പോയിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഓറിയന്റേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അതിൽ പറയുകയാണെങ്കിൽ ഇപ്പം കാലിക്കറ്റ് NIT അല്ലെങ്കിൽ കാലിക്കറ്റ് IIMന്റെ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർ പഠിച്ചിറങ്ങിയ ആളുകൾ നേരിട്ട് സ്റ്റോൾ കണ്ടക്ട് ചെയ്ത്, ഡോപ്പയുടെ അണ്ടറിൽ തന്നെ ഒരു സ്റ്റോൾ കണ്ടക്ട് ചെയ്ത് അവർ ഗവൺമെന്റ് ബോഡിയിലുള്ള ഈ എക്സാമിലേക്ക് എത്തിപ്പെടാൻ അവർ ചെയ്തിരിക്കുന്ന ജേണി എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ സ്റ്റോളോട് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി അബ്രോഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല. ഗവൺമെന്റ് ബോഡിയിലേക്ക് വ്യക്തമായി കുട്ടികളെ കരിയറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ കരിയർ എക്സ്പോ ആയിരിക്കും. അതാണ് DSOന്റെ വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ്. അപ്പോൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡിന്റെ phase 1 അറ്റൻഡ് ചെയ്യുക. അതിൽ വിജയിക്കുന്ന എല്ലാവർക്കും വിത്ത് പാരൻസ് നിങ്ങൾക്ക് ഡോപ്പ കരിയർ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ഭാവിയിലുള്ള എല്ലാ മേഖലകളും അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റിൽ, നമുക്ക് ഇന്ത്യയിലുള്ള ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് നമുക്ക് അവൈലബിൾ ഇരിക്കുന്ന എല്ലാ കോഴ്സുകളെ കുറിച്ചും എല്ലാ കരിയർ സാധ്യതകളെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാൻസ് മിസ്സാക്കാതെ നിങ്ങൾ എന്തായാലും ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് അറ്റൻഡ് ചെയ്യുക. phase 1 ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അതിൽ എഴുതാൻ പറ്റുന്നത്.